ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. Today we are going to discuss about a contemporary subject, ബംഗ്ലാദേശ്. നമ്മുടെ പക്ക നെയ്ബറായ, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു നാഷൻ ആയ ബംഗ്ലാദേശിനെ കുറിച്ച് നമുക്ക് പറയാം. ഒരുപാട് ടെർമോയിൽ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അറ്റ് ലാസ്റ്റ് അവിടെ ഇലക്ഷൻ നടന്നു. ഇലക്ഷന് ശേഷം പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങും നടന്നു. ഓക്കെ. ബംഗ്ലാദേശ്, officially the People's Republic of Bangladesh, is a country in South Asia. It is the 8th most populous country in the world. വേൾഡിലെ 8ാമത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു കൺട്രിയാണ് ബംഗ്ലാദേശ്. അതുപോലെ തന്നെ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയയാണ്. ഫോർ എക്സാമ്പിൾ 171 മില്യൺ ആളുകൾ വിത്തിൻ ആൻ ഏരിയ ഓഫ് 1,48,460 സ്ക്വയർ കിലോമീറ്റേഴ്സ്. അത്രയും ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലമാണ്. ബംഗ്ലാദേശ് ഷെയർസ് ലാൻഡ് ബോർഡേഴ്സ് വിത്ത് ഇന്ത്യ ടു ദി നോർത്ത് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ആൻഡ് മ്യാൻമാർ ടു ദി സൗത്ത് ഈസ്റ്റ്. നമ്മുടെ ഇന്ത്യയുമായിട്ട് ഒരു 4000-ൽ പരം ലാൻഡ് ബോർഡർ അതിർത്തി പങ്കിടുന്നുണ്ട്. 4000 കിലോമീറ്റർ പരം നോർത്ത് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ആൻഡ് മ്യാൻമാർ ടു ദി സൗത്ത് ഈസ്റ്റ്. നമ്മൾ ഈ ദിശ പറയുമ്പോൾ ബംഗ്ലാദേശിൻ്റെ ദിശയാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്താണല്ലോ ഇത് കിടക്കുന്നത്, വെസ്റ്റ് നോർത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് എ കോസ്റ്റ് ലൈൻ അലോങ് ദി ബേ ഓഫ് ബംഗാൾ ടു ഇറ്റ്സ് സൗത്ത്. സൗത്തിൽ, ബംഗ്ലാദേശിൻ്റെ സൗത്തിൽ വന്നിട്ട് ബേ ഓഫ് ബംഗാളിൻ്റെ കോസ്റ്റ് ലൈനുണ്ട്. ആൻഡ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഭൂട്ടാൻ ആൻഡ് നേപ്പാൾ ബൈ ദി സിലിഗുഡി കോറിഡോർ. സിലിഗുഡി കോറിഡോർ എന്ന് പറയുമ്പോൾ നമ്മളൊരുപാട് പ്രാവശ്യം പഴയ എപ്പിസോഡുകളിൽ വർണ്ണിച്ചിരിക്കുന്നതാണ്. ചിക്കൻ നെക്ക് എന്നൊക്കെ പറയും. ആൻഡ് ഫ്രം ചൈന ബൈ ദി ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് സിക്കിം ടു ഇറ്റ്സ് നോർത്ത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ. Dhaka, the capital and largest city, is the nation's political, financial and cultural center. Dhaka ഏറ്റവും ലാർജസ്റ്റ് സിറ്റിയാണ് അവരുടെ. ചിറ്റഗോങ് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആൻഡ് ദി ബിസിയസ്റ്റ് പോർട്ട് ഓഫ് ദി കൺട്രി. തുറമുഖമാണത്, ബിസിയസ്റ്റ് തുറമുഖമാണ് അവരുടെ. പ്രസിഡൻറ്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ, പ്രൈം മിനിസ്റ്റർ താരിഖ് റഹ്മാൻ, ന്യൂലി ഇലക്റ്റഡ് പ്രൈം മിനിസ്റ്റർ. ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ജാതീയ സംസദ്, അവരുടെ പാർലമെൻറ്റ്. The territory of modern Bangladesh, a stronghold of many Hindu and Buddhist dynasties in ancient era. Ancient historyയിൽ ഒരുപാട് ഹിന്ദുക്കളുടെയും ബുദ്ധിസ്റ്റിൻ്റെയും ഒക്കെ ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഒബ്വിയസ്ലി ഇത് ഇന്ത്യയുടെ ഒരു പാർട്ടായിരുന്നു. എവരിവൺ നോസ് ദാറ്റ്. ഫോളോയിങ് ദി മുസ്ലിം കോൺക്വസ്റ്റ് ഇൻ 1204, 1204 മുസ്ലിം കോൺക്വസ്റ്റിന് ശേഷം ഫുൾ ഏഷ്യയിൽ വന്നതുപോലെ അവിടെയും, അതായത് ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നല്ലോ, സൾട്ടനേറ്റ് ആൻഡ് മുഗൾ എംപയർ വന്നു. മുഗൾ എംപയറൊക്കെ വന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ ഒരു അതിപ്രസരം ആ സമയത്താണ് ഉണ്ടാകുന്നത് അവിടെ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും വളരെയധികം വർദ്ധിച്ചിരുന്നു അവിടെ. നല്ല ഒരു കൺട്രി ആയിട്ടാണ് എല്ലാവരും അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല പ്രോഗ്രസീവായിട്ട്, നല്ല ഹാർഡ് വർക്കിംഗ് പീപ്പിളുള്ള ഒരു സ്ഥലമാണെന്നത് നമുക്ക് അവരെക്കുറിച്ച് പ്രത്യേകം അഭിനന്ദനാർഹം തന്നെ പറയേണ്ട കാര്യമാണ്. കാരണം അത് ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ കൾച്ചറാണ് കംപ്ലീറ്റ്. അത് തുടക്കത്തിൽ ഈസ്റ്റ് പാകിസ്ഥാനിൽ പോയെങ്കിലും പാകിസ്ഥാനുമായിട്ട് യാതൊരു പുലബന്ധവുമില്ല. പാകിസ്ഥാൻകാരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പൈസയിൽ കടം വാങ്ങിച്ച് ജീവിക്കാൻ നോക്കുന്ന ഒരു കൺട്രിയാണ്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ റിലീജിയൻ്റെയും
പൊളിറ്റിക്സിൻ്റെയും അതിപ്രസരം അവിടെയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം കേട്ട് കാണാം. ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757 മാർക്ക്ഡ് ദി ബിഗിനിങ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഫോർ ദി ഫോളോയിങ് 2 centuries. പിന്നീട് വന്ന 2 നൂറ്റാണ്ടുകളായി ബ്രിട്ടീഷിൻ്റെ കോളനിയായിട്ട് മാറിയ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഒരു സ്ഥലം തന്നെയാണ് ഈ ബംഗ്ലാദേശ്. ഇൻ ദി ആഫ്റ്റർമാത്ത് ഓഫ് പാർട്ടീഷൻ ഇൻ ഇന്ത്യ ഇൻ 1947, ഈസ്റ്റ് പാകിസ്ഥാൻ became the eastern and most populous wing of the newly formed Dominion of Pakistan and was later renamed to East Pakistan. ഈസ്റ്റ് പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ 1971 നടന്ന ആ ഒരു അൺറസ്റ്റ്, റാസിസം, ഒരു അവിടുത്തെ എന്താ പറയുന്നത് സിവിൽ വാർ, ഇതെല്ലാം കൂടെ ഇന്ത്യ അവരെ മുക്തിവാഹിനിയൊക്കെ സംഘടിപ്പിച്ച് അവരെ തോൽപ്പിച്ച്, പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതാണ് 1971. So after that Bangladesh became sovereign nation on 16 December 1971. Post independence, Sheikh Mujibur Rahman led the country until his assassination in 1975. 1971 മുതൽ 75 വരെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു കൺട്രിയെ ലീഡ് ചെയ്തത്. പ്രസിഡൻസി വാസ് ലേറ്റർ ട്രാൻസ്ഫേർഡ് ടു ജിയാവുർ റഹ്മാൻ പിന്നെ വന്നു ഇദ്ദേഹത്തിൻ്റെ അസാസിനേഷന് ശേഷം. ഹൂ ഹിംസെൽഫ് വാസ് അസാസിനേറ്റഡ് ഇൻ 1981. ജിയാവുർ റഹ്മാനെയും കൊല്ലുകയാണ് ഉണ്ടായത് 1981. ദി 1980s were dominated by the dictatorship of ഹുസൈൻ മുഹമ്മദ് എർഷാദിൻ്റെ ഒരു ഏകാധിപത്യ ഭരണം, പാകിസ്ഥാൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെയും ഏകാധിപത്യ ഭരണം നടന്നിട്ടുണ്ടായിരുന്നു 80s. ഹു വാസ് ഓവർത്രോൺ ഇൻ എ മാസ് അപ്രൈസിങ് ഇൻ 1990. 90 വന്ന ഒരു സിവിൽ വാർ പോലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അജിറ്റേഷൻ നടന്ന ഒരു മൂവ്മെൻറ്റ് നടന്നു. അങ്ങനെ എർഷാദിനെ പുറത്ത് തൂക്കിയെറിഞ്ഞു. പിന്നീടാണ് അവിടെ ആക്ച്വലി ഡെമോക്രാറ്റൈസേഷൻ നടക്കുന്നത്, കംപ്ലീറ്റ് ഡെമോക്രസി വരുന്നത് അപ്പോഴാണ്. In 1991, the Battle of the Begums between Khalida Zia and Sheikh Hasina defined the country's politics for the next 3 decades. അടുത്ത ഒരു 3 ദശകത്തോളം 2 ബീഗംസാണ് അവിടെ ഭരിച്ചത്. ബാറ്റിൽ ഓഫ് ബീഗംസ്, ഖാലിദ സിയ ആൻഡ് ഷെയ്ഖ് ഹസീന. ബീഗം ഖാലിദ സിയ 1991 മുതൽ 96 വരെയും അതിനുശേഷം 2001 മുതൽ 2006 വരെയും 2 ടേമാണ് ഭരിച്ചത്. അവർ അതായത് ബീഗം ഖാലിദ സിയ 30 ഡിസംബർ 2025 അന്തരിച്ചു റീസെൻ്റ്ലി. നേരെ മറിച്ച് ഷെയ്ഖ് ഹസീന 1996 മുതൽ 2001 വരെയും പിന്നെ 2009 മുതൽ 2024 വരെയും ദീർഘകാലം പ്രൈം മിനിസ്റ്ററായിട്ട് ഇരുന്ന ബംഗ്ലാദേശിലെ ഒരു ലീഡറാണ് ഷെയ്ഖ് ഹസീന. 2024 നടന്ന സെൻസി പ്രക്ഷോഭത്തിൽ അവർ അവിടെ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. നൗ ഷീ ലീവ്സ് ഇൻ നോയിഡ, ഇന്ത്യ. അവരെ തിരിച്ച് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ നടത്തി, ഒരുപാട് റിക്വസ്റ്റ് നടത്തി. അവരെ ഒരു കോടതി വിധിച്ച് ശിക്ഷിച്ചിട്ടുണ്ട്, വധശിക്ഷയ്ക്ക് ശിക്ഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ബട്ട് ഷീ സേഫ് ഹിയർ ഇൻ ഇന്ത്യ. അപ്പം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ബംഗ്ലാദേശിൻ്റെ പാർലമെൻ്ററി സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബംഗ്ലാദേശ് ഈസ് എ യൂണിറ്ററി പാർലമെൻ്ററി റിപ്പബ്ലിക് ബേസ്ഡ് ഓൺ ദി വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം. എന്താണ് ഈ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം? പറയാം. ദി വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം ഈസ് എ ഡെമോക്രാറ്റിക് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് മോഡൽഡ് ആഫ്റ്റർ ദി യുണൈറ്റഡ് കിങ്ഡംസ് പാർലമെൻറ്റ് at the Palace of Westminster.
വെസ്റ്റ് മിനിസ്റ്റർ പാലസിൽ നടന്നിരുന്ന യുണൈറ്റഡ് കിങ്ഡംസിൻ്റെ പാർലമെൻറ്റിനെ ആ പേര് പല കൺട്രികളും സ്വീകരിച്ചിട്ടാണ് അവിടുത്തെ പാർലമെൻ്ററി സിസ്റ്റം നടത്തിയത്. അങ്ങനെയാണ് ഈ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റത്തിൻ്റെ ബേസിലുള്ള ഒരു പാർലമെൻറ്റാണ് ബംഗ്ലാദേശ്. On 12th February 2026, Bangladesh held its first election after Zanzi toppled the autocratic rule and autocratic leader Sheikh Hasina was ousted and fled the country. ഷെയ്ഖ് ഹസീനയുടെ മിനിസ്ട്രി ടോപ്പിൾ ചെയ്തുകൊണ്ട് ജൻസി പ്രക്ഷോഭം നടന്നല്ലോ. അതിനുശേഷം ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് 12th February 2026 ആയിരുന്നു. അപ്പോൾ ഒരു 18 മാസക്കാലം ഇതിനിടയ്ക്കുള്ളത് മുഹമ്മദ് യൂനുസ് അദ്ദേഹമാണ് അഡ്വൈസറായിട്ടാണ് ഭരിച്ചിരുന്നത്. അവർക്കൊരു പ്രോപ്പർ ഗവൺമെൻറ് ഇല്ലായിരുന്നു ആ ടൈമിൽ. എനിവേ ഇലക്ഷൻ നടത്തി അയാൾ പോവുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാളൊക്കെ എന്തോ ഒരു ഡെക്കറേറ്റീവ് റാങ്ക് കൊടുത്ത് നിർത്താൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ യൂനുസിൻ്റെ ലാസ്റ്റ് പ്രസംഗത്തിൽ ഇന്ത്യയുടെ അഗൻസ്റ്റൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ വീണ്ടും അയാൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാക്കുമോ എന്നറിയില്ല. ലെറ്റ് us see what happens. Anyway, Bangladesh elects on national level a legislature with one house or chamber, single house. അതിനാണ് പറയുന്നത് ദി യൂണികാമറൽ ജാതീയ സംസദ്. യൂണികാമറൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഹൗസ്. നമ്മുടെ പോലെ ഡബിൾ ഹൗസ് ഇല്ല. ലോക്സഭയും രാജ്യസഭയും അങ്ങനെയില്ല. അവിടെ സിംഗിൾ ഹൗസ് പാർലമെൻറ്റാണ്. മീനിങ് നാഷണൽ പാർലമെൻറ്റ് has 350 members are directly elected through a national election for a five-year term in single seat constituencies, while 50 memberships are reserved for the women who are selected by the ruling party or coalition. The Prime Minister is the head of the government. The President is the head of the state and is elected by the national parliament. അപ്പോൾ 300 സീറ്റിലേക്കാണ് ഇപ്പോൾ ഇലക്ഷൻ നടന്നത്. 300 സീറ്റിലേക്ക് ഇലക്ഷൻ നടന്നപ്പോൾ 209 സീറ്റ്സ് ഔട്ട് ഓഫ് 300 എന്ന ഒരു തമ്പിങ് മെജോറിറ്റിയോടുകൂടി താരിഖ് റഹ്മാൻ്റെ പാർട്ടിയായ BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും അവരുടെ അലയൻസും ജയിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുകയാണ്. താരിഖ് റഹ്മാൻ അലോങ് വിത്ത് 49 മിനിസ്റ്റേഴ്സ് ഉള്ള ഒരു മന്ത്രിസഭയാണ് അധികാരത്തിൽ വന്നത്. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, മിനിസ്റ്റർ ഓഫ് കൾച്ചറൽ അഫയേഴ്സായിട്ട് ഒരു ഹിന്ദുവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ BNPയുടെ ഒരു പഴയ ലീഡറാണ്. അത് ഒരു മുതിർന്ന ലീഡറെന്ന് പറയാം. നിതായ് റോയ് ചൗധരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെയും അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ബംഗ്ലാദേശിൽ ഭരണം പുനഃസ്ഥാപിച്ചു. അതിനുശേഷം ഇലക്ഷൻ നടന്ന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശുഭമായിട്ട് ഇരിക്കുകയാണ്. ഇനി അവർ ഇന്ത്യയോട് ഏത് രീതിയിലുള്ള ഒരു ബന്ധമാണ്, പണ്ടത്തെ പോലെ ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ പോലെ നല്ല ബന്ധമായിരിക്കുമോ, അതോ വെറും ഒരു പ്രാഗ്മാറ്റിക് അറേഞ്ച്മെൻറ്റ് മാത്രമായിരിക്കുമോ, പ്രാക്ടിക്കലി ജസ്റ്റ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് നമ്മളെ അഭയം പ്രാപിക്കുക, അല്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുക, അങ്ങനെയാണോ? എന്തായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ചെറിയ കൺട്രിയാണ്, നമ്മൾ അവരെ സഹായിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ. ലെറ്റ് us see how they behave this time around. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, and share it further if you like it. Okay, bye-bye. Thank you very much.